അർച്ചനെ, മോളെ, അർച്ചനെ, മോളെ. അർച്ചന എവിടെ പോയി മോളെ? ഏട്ടത്തി എഴുന്നേറ്റ് വന്നില്ലേ? വന്ന ലക്ഷണം കാണുന്നില്ല. പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചിട്ടില്ല. പതിവായി കിട്ടുന്ന ചായ എത്തിയിട്ടില്ല. ഏട്ടത്തി ചിലപ്പോ ഉറക്കമായിരിക്കും. ചായ ഞാൻ എടുക്കാം. മോളെ, രാവിലെ ഭക്ഷണത്തിന് മുമ്പ് ഒരു ഗുളിക കഴിക്കാനുണ്ടായിരുന്നു. അത് അർച്ചനയ്ക്കറിയാം. ഞാൻ ഗുളികകളെല്ലാം എടുത്തു തരാം. അങ്കിൾ ഏതാന്ന് പറഞ്ഞു തന്നാ മതി. എനിക്കും അത് കൃത്യമായിട്ട് അറിയില്ല. എന്നാ ഞാൻ ഏട്ടത്തിയോട് ചോദിച്ചിട്ട് വരാം. മോളെ, ഗുളികയുടെ കാര്യം മാത്രം ചോദിക്കും. ക്ഷീണമാണെങ്കിൽ കിടന്നോളാൻ പറയും. ശരി അങ്കിൾ. സച്ചേട്ടാ, അർച്ചന എടുത്തേ. സച്ചേട്ടാ, സച്ചേട്ടാ. എന്താണ് സച്ചേട്ടാ, അർച്ചന എടുത്തി ഒന്ന് വിളിക്കോ? അങ്കിളിന് രാവിലെ കൊടുക്കാനുള്ള ഗുളിക ഏതാന്ന് ചോദിക്കാനാ. അർച്ചന താഴെയില്ലേ? താഴെ കണ്ടില്ല. ഞാൻ ഉറക്കെഴുന്നേറ്റപ്പോഴേ ആളിനെ കാണാനില്ല. ഈ സമയത്ത് അടുക്കള കാണേണ്ടതാണല്ലോ. അവിടെ നോക്കിയോ? ഇല്ല. അർച്ചന അടുക്കള തന്നെ കാണും. നീ ചെന്ന് നോക്ക്. നോക്കട്ടെ. നീരേച്ചി, അർച്ചന എടുത്തേ കണ്ടോ? ഇല്ല, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ചേച്ചി കണ്ടായിരുന്നോ? പിന്നെ ഇന്നലെ അവൾ എന്റെ ഒപ്പായിരുന്നല്ലോ കിടന്നേ. ചേച്ചി കണ്ടോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാ മതി. കൂടുതൽ പരിഹസിക്കണ്ട. ഞാൻ ആരെയും കണ്ടില്ല. രാവിലെ ചായ ഇട്ട് തരാൻ പോലും ആരെയും കാണാത്തോണ്ടാ ഞാൻ തന്നെ വന്ന് ചായ എടുക്കുന്നേ. അതിനിവിടെ ശമ്പളക്കാരും വേണ്ട നിർത്തിയിട്ടില്ലല്ലോ. അതിന് പകരം ഇവിടെ പെണ്ണുങ്ങളുള്ളത്. എന്തേ, ആ ഗണത്തിൽ അവന്തികയെ കൂട്ടിയിട്ടില്ലേ? നിങ്ങളുടെ തർക്കം ഒന്ന് നിർത്ത്. എന്നിട്ട് അർച്ചനേട്ടത്തിയുടെ കാര്യം പറ. ഈ വീട്ടിലോ പരിസരത്തോ അർച്ചനേട്ടത്തെ കാണുന്നില്ലെന്ന്. അവൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവോ അനകെ? അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. എങ്കിൽ പിന്നെ സച്ചി ഏട്ടനോട് പറയത്തില്ലേ? ഇവിടെ എല്ലാരും ഉറക്കം എഴുന്നേക്കുന്നതിന് മുമ്പ് ഏട്ടത്തെ എങ്ങോട്ടോ പോയിക്കോ. അതിന് നീ ഇങ്ങനെ വെപ്രാളപ്പെടുന്ന എന്തിനാ? മുട്ടലെഴുന്ന പ്രായമാണോ അവക്ക്? അവളെങ്ങോട്ടെങ്കിലും പോയെങ്കിൽ അവൾ ഇങ്ങോട്ട് തന്നെ വന്നോളും. നീ നിന്റെ കാര്യം നോക്കി. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? അങ്കിൾ, അർച്ചനേട്ടത്തെ മുറിയിൽ കാണുന്നില്ല. കണ്ടോന്ന് ചോദിച്ചാന് അവൻ തേച്ച് വഴക്ക് പറയാ. അർച്ചന മുറിയിലും ഇല്ലേ? പിന്നെ അവളിത് എവിടെ പോയി? ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ചെല്ലേണ്ട ദിവസമാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇനി മൊഴിയെടുക്കാനും മറ്റു പോയതായിരിക്കും. അതിന് ഇത്രയും നേരത്തെ പോവോ? അമ്പലത്തിൽ എങ്ങനെയും കയറിയിട്ട് പോവാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നേരത്തെ ഇറങ്ങിയതായിരിക്കും. മോളെ, മോളൊന്ന് അവളുടെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്കി. വിളിച്ചു അങ്കിൾ, റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. അർച്ചന, പോലീസ് സ്റ്റേഷനിലോ? അർച്ചന, അർച്ചന. സച്ചി, അർച്ചന ഇന്ന് എവിടെയെങ്കിലും പോകുമെന്ന് നിന്നോട് പറഞ്ഞിരുന്നോ? ഇല്ല. എന്താ അച്ഛാ? സച്ചേട്ടാ, അർച്ചനേട്ടത്തെ ഇവിടെ ഒന്നും കാണുന്നില്ല. കാണുന്നില്ലേ? പിന്നെ അവൾ അവിടെ പോയി? സ്റ്റേഷനിലോ മറ്റോ പോകുന്ന കാര്യം പറഞ്ഞോ? സ്റ്റേഷനിലേക്ക് 11 മണിക്ക് ശേഷം ചെല്ലാനാ പറഞ്ഞത്. പിന്നെ അവളിത് എവിടെ പോയി?
ഇരിക്കുകയാണല്ലോ. നിങ്ങൾ ഈ വീട് മുഴുവൻ നോക്കിക്കേ. മീരെ, മുറ്റത്തൊക്കെ ഒന്ന് പോയി നോക്കിയേ. അനക്കെ മുകളിലൊന്ന് നോക്ക്. ചെല്. അച്ചു, അച്ചു, അർച്ചനെ, അർച്ചനെ, അർച്ചന പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോയതാവും. അവൾ ഉറപ്പായി അവിടെ ചെന്ന് എന്റെ പേര് പറയുകയും ചെയ്യും. അച്ചു, അർച്ചനെ, അയ്യോ, അർച്ചനേട്ടത്തി, അർച്ചനെ, സ്നേഹേ, ആ, നീ രാവിലെ അർച്ചനേട്ടത്തെ കണ്ടായിരുന്നോ? ഞാൻ ആരെയും കണ്ടില്ല. ഇവളിതെവിടെ പോയി? അർച്ചനെ, ദേവിയോടെന്ന സ്ഥലത്തിറങ്ങി ഓട്ടോയിലെ നടന്നു പോയാൽ മതി. എന്നാ ഒരു ദേവിയോട്. ഇവിടുന്ന് ദേവിയോട് എത്താൻ കുറെ സമയം എടുക്കുമോ? എങ്ങനെ പോയാലും 2 മണിക്കൂർ എടുക്കും. മോളുടെ വീട് ശിവപുരത്താണോ? അല്ല, അവിടെ അമ്പലത്തിൽ പോകുന്നതാ. ശിവപുര അമ്പലത്തിലെ ഇന്ന് ഉത്സവം അവസാനിക്കുന്ന ദിവസമാ. കുംഭമാസത്തിലെ 2ാമത്തെ ആഴ്ച. കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലും വരെ അവിടെ ഉത്സവ. മഹാശിവരാത്രി. മുൻപൊക്കെ ഞാനും പോവുമായിരുന്നു. ശിവരാത്രി വ്രതം എടുത്ത് ശിവാരാധന നടത്താറുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത ഐശ്വര്യം വരുമെന്നും ദുരിതനാശം ഉണ്ടാവുമെന്നാ വിശ്വാസം. ഇപ്പൊ അമ്മ പോവാറില്ലേ? പഴയ പോലെ ഉറക്കം ഒഴിയാനൊന്നും വയ്യ മോളെ. ഞാൻ പോകുന്നില്ലെന്നേ ഉള്ളൂ.
മക്കളെല്ലാം പോവും. മനസ്സിൽ എന്ത് വിഷമമുണ്ടെങ്കിലും ശിവപുരത്തപ്പന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ച എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. ആ ഹലോ സച്ചിമോനെ. അച്ഛാ, അർച്ചന ഇവിടെ വന്നായിരുന്നു? ഇല്ല. എന്താ ഇങ്ങോട്ട് വരുമെന്ന് അവൾ പറഞ്ഞായിരുന്നോ? ആ, അത് അച്ഛാ, അർച്ചന ഇവിടെ രാവിലെ മുതൽ കാണാനില്ല. കാണാനില്ലേ? ആ, ഫോൺ വിളിച്ചു നോക്കിയില്ലേ? അവളുടെ ഫോൺ ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷെ അവളെ കാണാനില്ല. ഞാൻ ഏതായാലും ഒന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് അച്ഛനെ വിളിക്കാം. അനൂപേ, എന്താ മാഷേ? എന്താ അച്ഛാ? അനൂപേ, അച്ചുമോളെ രാവിലെ മുതൽ കാണാനില്ലെന്ന്. ഫോൺ പോലും എടുക്കാതെയും ആരോടും പറയാതെയും അവള് പിന്നെ എവിടെ പോയി? അവള് അമ്പലത്തിൽ വല്ലതും പോയായിരിക്കും. എങ്കിൽ പിന്നെ അത് സച്ചിയോട് പറയാതെ അവള് പോവോ? ഈശ്വര, എന്റെ കൊച്ചിന് എന്ത് പറ്റിയെന്തോ. ഏയ് അമ്മ, ഇനി അതും പറഞ്ഞ് വിഷമിക്കണ്ട. ഞാൻ മീരോടൊന്ന് വിളിച്ചു ചോദിക്കട്ടെ. വൃന്ദാവനത്തിലും ചെല്ലാത്ത സ്ഥിതിക്ക് ഇത് നിസ്സാരമായി കാണാൻ പറ്റുന്നതല്ല സച്ചി. അതെ അച്ഛാ, ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ മുതലേ അവൾ ആകെ ഡിപ്രഷനിലായിരുന്നു. അന്നത്തെ സംഭവം അവളെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുന്ന തരത്തിലാ ഏട്ടത്തി അന്നോട്ട് സംസാരിക്കുന്നേ. എല്ലാം കൂടി ആലോചിച്ച് ഏട്ടത്തി എങ്ങോട്ടോ ഇറങ്ങിപ്പോയത് തന്നെയാ. ദേനക്കെ, നീ ഇങ്ങനെ ഓരോന്ന് ഊഹിച്ച് പറയണ്ട. അർച്ചന എവിടേക്കെങ്കിലും പോയതാണെങ്കിൽ അവൾ അതുപോലെ തന്നെ തിരിച്ചു വന്നോളും. അത് ചേച്ചിക്ക് എന്താ ഇത്ര ഉറപ്പ്? സച്ചി ഏട്ടനോട് പറയാതെ അർച്ചന ഏട്ടത്തി എങ്ങും പോവില്ല. സച്ചി, അർച്ചന എങ്ങോട്ട് പോയതാണെങ്കിലും തിരിച്ചു വന്നോളുമെന്ന് ഓർത്ത് സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല. അർച്ചനയ്ക്ക് എന്തെങ്കിലും ആപത്തുണ്ടാവുന്നതിന് മുമ്പ് അവളെ കണ്ടെത്തണം. നന്ദനോടും സന്ദീപിനോടും വിവരം പറഞ്ഞിട്ട് മൊത്തത്തിലൊന്ന് അന്വേഷിക്കും. ഒരു വിവരവും കിട്ടിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ മതി. ശരി അച്ഛാ. ആളിറങ്ങണം. അബൌട്ട് റൈറ്റ്. മോളെ, മോളെന്തിനാ ഒറ്റയ്ക്ക് വന്നത്? വീട്ടിൽ വേറെ ആരും ഇല്ലേ? എല്ലാവരും ഉണ്ട്. ഒറ്റയ്ക്ക് വരാന്ന് കരുതി. മോളുടെ വിവാഹം കഴിഞ്ഞതാണല്ലേ? ഭർത്താവ് എന്താ കൂടെ വരാത്തെ? ആള് നാട്ടിലില്ലേ? ഇവിടെ തന്നെ ഉണ്ട്. ആ, മക്കൾ എത്ര പേരാ? എന്താ മോളെ വിഷമം പോലെ? പെട്ടെന്ന് മുഖം പാടിയല്ലോ. എനിക്ക് കുഞ്ഞുങ്ങളില്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും കൂടി ഞാൻ ശിവപുരത്തേക്ക് പോകുന്നത്. ഒരാൾ പറഞ്ഞറിഞ്ഞതാ, അവിടെ അമ്പലത്തിൽ എന്തോ നേർച്ച നേർന്ന് ചെയ്തു കഴിഞ്ഞാൽ സന്താനഭാഗ്യം ഉണ്ടാവുന്നു. അതുള്ളതാ മോളെ. എന്റെ അനിയത്തിയുടെ മോൾക്ക് ഇതുപോലെ തന്നെയായിരുന്നു. വിവാഹം കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല.
പിന്നെ ശിവപുരത്തപ്പന്റെ മുന്നിൽ തൊട്ടില് കെട്ടിയ ആ വർഷം അവള് ഗർഭിണിയായി. തൊട്ടിൽ കെട്ടിയപ്പോഴോ? മോൾക്കതൊന്നും അറിയില്ല അല്ലേ? അമ്മ പറഞ്ഞുതരാം. ഈ ശിവപുരം ക്ഷേത്രം എന്ന് പറഞ്ഞ വളരെ ഐതിഹ്യം നിറഞ്ഞ ക്ഷേത്ര. പലരും പല സങ്കടങ്ങളും പറയാൻ ശിവപുരത്തപ്പന്റെ നടയിൽ വരും. കൂടുതലും നേർച്ചയ്ക്കായി വരുന്നത് മോളെ പോലെ മക്കളില്ലാത്തവരാ. ശിവപുരത്തപ്പന്റെ മുന്നിൽ തൊട്ടിൽ കെട്ടുന്നത് ആദ്യത്തെ നേർച്ച. രണ്ടാമത്തേത് ഭഗവാന്റെ നടയിൽ ഉരുൾനേർച്ച. നടയ്ക്ക് മുന്നിൽ ശയനപ്രദക്ഷിണം. അത് കഴിയുമ്പോൾ കാൽപാദങ്ങൾ അടുപ്പിച്ചു വച്ച് ഭഗവാന് പ്രദക്ഷിണം. അങ്ങനെ പ്രതിഷ്ഠയ്ക്ക് ചുറ്റും ശിവാഷ്ടോത്തര മന്ത്രം ജപിച്ച് 108 തവണ ഉരുണ്ടും കാൽപാദങ്ങൾ അടുപ്പിച്ചും പ്രദക്ഷിണം ചെയ്താൽ സകല ഗ്രഹപ്പിഴ ദോഷങ്ങളും മാറും എന്നാ വിശ്വാസം. ഈ നേർച്ച ആരും പൂർത്തിയാക്കിയിട്ടില്ല ഇതുവരെ. 108 പോയിട്ട് 50 തവണ പോലും ചെയ്യാനാവില്ല. അതിനു മുമ്പേ നേർച്ച ചെയ്യുന്നവർ തളർന്നു വീഴും. മോളാ നേർച്ച ചെയ്യണ്ട. തൊട്ടില് കെട്ടി ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിച്ചാ മതി. ശയനപ്രദക്ഷിണം കുറച്ച് കഠിനമായ നേർച്ചയാ. ആ കഠിനമായ നേർച്ച തന്നെ ചെയ്യണം എനിക്ക്. ഹലോ, ഇങ്ങനൊരാളുണ്ടോ? ഒരറിവുമില്ലല്ലോ. ഞാൻ അന്നും ഇന്ന് ഇവിടെ തന്നെ ഉണ്ട്. നിന്നെയാ കാണാനില്ലാത്ത. ഒരേ വഴിയിൽ സഞ്ചരിച്ചിരുന്ന നമ്മളിപ്പോ 2 വഴികളിലാ ഉള്ളത്. നീ ഇപ്പൊ വിളിച്ചത് നിന്റെ പരിഭവവും പരാതിയും പറയാനാണെങ്കിൽ ഞാൻ നിന്നെ പിന്നീട് അങ്ങോട്ട് വിളിക്കാം. എന്റെ പരിഭവം നീ കാണണ്ട. എന്റെ പരാതി ഞാൻ പറയുന്നുമില്ല, നീ കേൾക്കുകയും വേണ്ട. ഞാനിപ്പോ വിളിച്ചത് എനിക്കൊരു സഹായം വേണമെന്ന് പറയാനാ. ഡോക്ടർ കബീറിനെ കൊണ്ട് ഞാനാണെല്ലാം ചെയ്യിച്ചെന്ന് അർച്ചന അറിഞ്ഞു. ഇന്നിപ്പോൾ അർച്ചന പുറത്തേക്ക് പോയിട്ടുണ്ട്. എനിക്കെതിരെ കേസ് കൊടുക്കാനാണോ എന്നൊരു സംശയം. വീട്ടിലാരോടും അവളത് പറഞ്ഞിട്ടില്ല. പക്ഷേ അവളത് പറയും, എനിക്കുറപ്പാ. അങ്ങനെ അന്ന് ഞാൻ ഈ വീടിന് പുറത്താ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അർച്ചന ഇല്ലാതാക്കണം. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാനിവിടേക്ക് വന്ന എന്തിനാണെന്നും എന്തുദ്ദേശത്തോടെയാണ് ഞാനിവിടെ തുടരുന്നതെന്നും നിനക്ക് നന്നായിട്ട് അറിയാലോ. നീ അത് മറന്നെങ്കിലും ഞാനിപ്പോഴും അതേ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ ജീവിക്കുന്നത്. ഞാൻ എന്ത് വേണമെന്നോ നീ പറയുന്നേ? കൊല്ലണം, വെട്ടി നുറുക്കിയെടുക്കണം അവളെ. ആ അർച്ചനെ. ധനുഷ് വന്നതോടുകൂടി അവന്തിക കുറച്ചൊന്ന് പുറകോട്ട് വലിഞ്ഞെന്നേ ഉള്ളൂ. പഴയ വീറും വാശി ഇപ്പോഴും ഈ മനസ്സിലുണ്ട്. എന്നെ കൈനീട്ടി അടിച്ച് അവളുടെ വലത് കൈ വെട്ടി എന്റെ മുന്നിൽ കൊണ്ടുവെക്കണം നീ. എന്താ, പറ്റുമോ? പറ്റും.
മൂർത്തി, നീ എവിടെയാ? ഗോപാല, അനുവേട്ടാ, എന്തെങ്കിലും വിവരം കിട്ടിയാ? ഇല്ല, അവള് പോകാൻ സാധ്യത ഉള്ളിടത്തൊക്കെ ഞാനും അച്ഛനും കൂടെ അന്വേഷിച്ചു. ശ്ശേ, അവിടെ എങ്ങും എത്തിയിട്ടില്ലെന്നാ പറഞ്ഞേ. ശ്ശേ. അച്ചു രാവിലെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുന്നത് കടയിലേക്ക് പാല് കൊണ്ടുപോകുന്ന വഴി ഗോപാലൻ കണ്ടു എന്നാ പറയുന്നത്. എവിടെ പോകുന്നു ചോദിച്ചപ്പോ ഒരു സ്ഥലം വരെ എന്നേ അവള് പറഞ്ഞുള്ളൂ. അപ്പോ അവള് ദൂരെ എവിടെയോ പോയത് തന്നെന്നാ തോന്നുന്നേ. ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നല്ലേ കണ്ടുള്ളൂ. ആ, ഏത് ബസ്സിൽ കയറി എങ്ങോട്ടാ പോയെന്ന് അറിയില്ലല്ലോ അച്ഛാ. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ബസ് സ്റ്റോപ്പിന്റെ പരിസരത്തൊക്കെ ഒന്ന് അന്വേഷിക്കേ. ആ